15ന്റെ വരവ് ആകാംക്ഷയോടെയായിരുന്നു ആരാധകർ കാത്തിരുന്നത്. ഐഫോൺ 50, 15 പ്ലസ്, 15 പ്രോ, 15 പ്രോ മാക്സ് എന്നിവയുടെ സീരീസാണ് ഇപ്പോൾ കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്. സെപ്റ്റംബർ 15 മുതലാണ് 15 സീരീസിന്റെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചത്. സെപ്റ്റംബർ 22 മുതൽ മാർക്കറ്റിൽ ഐഫോൺ 15 സീരീസ് ലഭ്യമാകുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഐഫോൺ 15 പ്രോ വിപണിയിലെത്താൻ കൂടുതൽ കാലതാമസം എടുത്തേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രീ ബുക്കിംഗ് ആരംഭിച്ചതോടെ ഫോൺ വാങ്ങാനുള്ളവരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നിലവിൽ ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഐഫോൺ 15 സീരീസിലെ ഫോൺ വാങ്ങാനുള്ള കിടിലൻ ഓഫറാണ് ഇപ്പോൾ ആപ്പിൾ കമ്പനി നേരിട്ട് നൽകുന്നത്. ഐഫോണിന് പുറമെ ഏതാനും ചില ആൻഡ്രോയിഡ് ഫോണുകൾക്കും ഈ എക്സ്ചേഞ്ച് ഓഫർ ലഭ്യമാണ്. കയ്യിലുള്ള പഴയ ഐഫോൺ നൽകി എങ്ങനെ ഐഫോൺ 15 സീരീസ് സ്വന്തമാക്കാമെന്ന് നോക്കാം. സ്വാഗതം ഹൗ ടുയിലേക്ക്. ഉപഭോക്താക്കൾക്ക് പരമാവധി 67,800 രൂപയോളം കിഴിവിൽ പുതിയ ഐഫോൺ സ്വന്തമാക്കാമെന്നാണ് ആപ്പിൾ കമ്പനി നൽകുന്ന വാഗ്ദാനം. ഓൺലൈൻ വഴിയും ആപ്പിൾ സ്റ്റോർ വഴിയും ഈ ഓഫർ ഉപയോഗപ്പെടുത്താം. ഏതൊക്കെ മോഡലിനാണ് ഐഫോൺ എക്സ്ചേഞ്ച് ഓഫർ നൽകുന്നത് എന്നല്ലേ? ഐഫോൺ 7 മുതലുള്ള ആപ്പിളിൻ്റെ മോഡലുകളോ, റെഡ്മി നോട്ട്, സാംസങ് ഗാലക്സി, OnePlus തുടങ്ങിയ ആൻഡ്രോയിഡ് ഫോണുകളുടെ ചില മോഡലുകൾക്കും എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഐഫോൺ 14 പ്രോ മാക്സിനാണ് ഏറ്റവും കൂടുതൽ പണം ലഭിക്കുക എന്നാണ് ആപ്പിൾ പറയുന്നത്. ഏകദേശം 67,800 രൂപയോളം 14 പ്രോ മാക്സ് ഉപയോഗിക്കുന്നവർക്ക് കിഴിവ് ലഭിക്കും. ഇനി 14 പ്രോ ആണെങ്കിൽ പരമാവധി 64,500 രൂപയും 14 പ്ലസിന് 42,500 രൂപയും ലഭിക്കും. ഇനി 13 പ്രോയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ 55,700 രൂപ വരെ ഓഫർ കിട്ടും. ഐഫോൺ 13 പ്രോയ്ക്ക് 53,200 രൂപയും ഐഫോൺ 30ക്ക് 38,200 രൂപയും കിട്ടും. 12 പ്രോയ്ക്ക് ഏകദേശം 38,800 രൂപയും ഐഫോൺ 12ന് 27,400 രൂപയും കിഴിവ് ലഭിക്കും. ഇനി ഐഫോൺ 7 ആണ് കയ്യിലുള്ളതെങ്കിൽ ഏകദേശം 7,990 രൂപയും 7 സ്റ്റാൻഡേർഡ് മോഡലിന് 6,080 രൂപയും ഓഫർ ലഭിക്കും. ഇനി ഐഫോൺ അല്ലാതെ ആൻഡ്രോയിഡ് ഫോണുകൾക്കും ഓഫർ പ്രൈസ് ഉണ്ട്. പക്ഷേ ഐഫോണുകളേക്കാൾ വളരെ വില കുറവാണ് ആൻഡ്രോയിഡ് ഫോണുകൾക്ക് കമ്പനി നൽകുന്നത്. സാംസങ് ഗാലക്സി S22 5G ആണെങ്കിൽ പരമാവധി 23,000 രൂപയും ഗാലക്സി M31ന് 2,400 രൂപയും സാംസങ് ഗാലക്സി നോട്ട് 20ക്ക് 13,300 രൂപയും OnePlus നോഡിന് 8,600 രൂപയും ലഭിക്കും. അതേസമയം റെഡ്മി 10 മോഡലിന് 3,600 രൂപയും റെഡ്മി നോട്ട് 11 പ്രോയ്ക്ക് 6,300 രൂപയും കിട്ടുമെന്നാണ് ആപ്പിൾ പറയുന്നത്. എക്സ്ചേഞ്ച് ഓഫറിലൂടെ എങ്ങനെ ഐഫോൺ 15 സീരീസ് സ്വന്തമാക്കാമെന്ന് ഇനി നോക്കാം. ഓൺലൈൻ വഴിയാണ് നിങ്ങൾ ട്രേഡിംഗ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ഫോണിനെ കുറിച്ച് ആപ്പിൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. ഉദാഹരണത്തിന് നമ്മുടെ ഫോണിൻ്റെ മോഡൽ, ഫോണിൻ്റെ എല്ലാ ബട്ടണും വർക്ക് ചെയ്യുന്നുണ്ടോ, ഫോണിൻ്റെ ബോഡി, ക്യാമറ, ടച്ച് സ്ക്രീൻ തുടങ്ങിയവയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ തുടങ്ങിയ ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകേണ്ടത്. ഇതിനുശേഷം നമ്മുടെ ഫോണിന് ട്രേഡിംഗ് മൂല്യം കണക്കാക്കി ആപ്പിൾ അറിയിക്കും. നമുക്ക് വില സമ്മതമാണെങ്കിൽ ഫോണിന് ഓർഡർ ചെയ്യാം. ഇതിനുശേഷം ഫോൺ ഡെലിവറി ചെയ്യുന്ന തീയതിയും സമയവും കമ്പനി അറിയിക്കുകയും ചെയ്യും. പുതിയ ഫോൺ ഡെലിവറി ചെയ്യുന്ന ദിവസം പഴയ ഫോൺ കൈമാറിയാൽ മതി. ഇനി പഴയ ഫോൺ നൽകുന്നതിന് മുമ്പ് അതിലുള്ള ഡാറ്റയും ബാക്കപ്പ് ചെയ്യാനും ശ്രദ്ധിക്കണം. പുതിയ ഫോണുമായി എത്തുന്നവർ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഫോൺ വിശദമായി പരിശോധിക്കും. ഫോണിൻ്റെ ടച്ച് സ്ക്രീൻ, ബാക്ക് ഗ്ലാസ്, ക്യാമറയുടെ ലെൻസുകൾ, ഫ്രണ്ട് ക്യാമറയുടെയും ബാക്ക് ക്യാമറയുടെയും പ്രവർത്തനം, ബാറ്ററിയുടെ തേയ്മാനം, സ്റ്റോറേജ് കപ്പാസിറ്റി, വൈഫൈ, മൊബൈൽ കണക്ഷൻ, ഫോണിൻ്റെ സ്പീഡ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും പ്രധാനമായും പരിശോധിക്കുക. ഇതിന് ശേഷമായിരിക്കും ഓഫർ തുക എത്രയാണെന്ന് കൃത്യമായി പറയുക. അതേസമയം നിങ്ങൾ നേരത്തെ എക്സ്ചേഞ്ച് നൽകുന്ന ഫോണിനെ കുറിച്ച് നൽകിയ വിവരങ്ങൾ തെറ്റാണെങ്കിൽ അതിനുള്ള പിഴ നൽകേണ്ടി വരും. ഇതോടെ നേരത്തെ നിശ്ചയിച്ച എക്സ്ചേഞ്ച് ഓഫർ പ്രൈസിലും പിന്നീട് നൽകുന്ന തുകയിലും വ്യത്യാസം വരും. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ എക്സ്ചേഞ്ച് സേവനം ബംഗളൂരു, ചെന്നൈ, കോയമ്പത്തൂർ, ഡൽഹി, ഹൈദരാബാദ്, മൈസൂർ തുടങ്ങിയ ഇന്ത്യയിലെ പരിമിതമായ മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ മാത്രമാണ് ലഭിക്കുക. അതുകൊണ്ട് ട്രേഡിംഗ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ താമസിക്കുന്ന നഗരത്തിൽ ഈ സൗകര്യം ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം മുന്നോട്ട് പോയാൽ മതി. ഓൺലൈൻ അല്ലാതെ ആപ്പിൾ സ്റ്റോറുകളിൽ നേരിട്ട് പോയും ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ഐഫോൺ സ്വന്തമാക്കാൻ സാധിക്കും. പഴയ ഫോൺ നൽകി ബാക്കി തുക പണമായി നൽകി ഐഫോൺ 15 സീരീസ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താം. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.